കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് കേന്ദ്ര സർക്കാരിന് തലവേദനയാകുമെന്നതിൽ സംശയം വേണ്ട. ബജറ്റ് ഇതിനോടകം ഒരു ചർച്ചാ വിഷയമായി മാറി എന്നതാണ് സത്യം. പല നേതാക്കന്മാരെയും ബജറ്റ് ചൊടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് വിവേചനപരവും അപകടകരവുമാണെന്ന് ചൂണ്ടിക്കാട്ടി നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്നാണ് 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ, രേവന്ത് റെഡ്ഡി, സുഖീന്ദർ സുഖോ, DMKയുടെ MK സ്റ്റാലിൻ എന്നിവരാണ് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞത്. ജൂലൈ 27-ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് നീതി ആയോഗ് യോഗം ചേരുക. കേന്ദ്ര ബജറ്റ് അങ്ങേയറ്റം വിവേചനപരവും അപകടകരവുമായിരുന്നു. കേന്ദ്ര സർക്കാർ പാലിക്കേണ്ട ഫെഡറലിസത്തിന്റെയും നീതിയുടെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണിത്. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. ഈ സർക്കാരിന്റെ മനോഭാവം ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ഈ ഭരണത്തിന്റെ യഥാർത്ഥ വിവേചനപരമായ നിറം മറയ്ക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. NDA സർക്കാർ രൂപീകരണത്തിന് സഹായിച്ച TDP, JDU എന്നീ കക്ഷികൾ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കായി വമ്പൻ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതേസമയം ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് കേന്ദ്രത്തെ പരിഹസിച്ചു. സർക്കാരിന്റെ നിലനിൽപ്പിനായുള്ള സർക്കാർ ബച്ചാവോ ബജറ്റാണിതെന്നായിരുന്നു കോൺഗ്രസ് കളിയാക്കി പറഞ്ഞത്. പണപ്പെരുപ്പം പരിഹരിക്കുന്നതിനോ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനോ ബജറ്റൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കഴിഞ്ഞ 10 ബജറ്റുകൾ പോലെ സാധാരണക്കാരുടെ ആശങ്കകൾ അകറ്റുന്ന ഒരു പ്രഖ്യാപനവുമില്ല എന്നും KC വേണുഗോപാൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. തൊഴിൽ സൃഷ്ടിക്കൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സർക്കാർ വൈകി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രഖ്യാപനങ്ങൾ തീർത്തും ആത്മാർത്ഥതയില്ലാത്തതും ഗൗരവമില്ലാത്തതുമാണ്. അവർക്ക് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ നിന്ന് ശരിയായി പകർത്താൻ പോലും കഴിഞ്ഞില്ല. ഈ ബജറ്റിന് ശേഷം ഇന്ത്യൻ സമൂഹത്തിന്റെ എല്ലാ വിഭാഗവും ഇതിലും മോശമായ അവസ്ഥയിലാകാൻ പോവുകയാണ്. ജനങ്ങളുടെ വേദനയിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട ഈ സർക്കാർ അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് മാത്രമാണ് ആശങ്കപ്പെടുന്നത് എന്നും വേണുഗോപാൽ തുറന്നടിച്ചു. അതേസമയം ബജറ്റ് വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ സഖ്യം പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കടുത്ത വിവേചനമാണ് ബജറ്റ് പ്രകടിപ്പിക്കുന്നതെന്നാണ് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാട്ടിയത്. BJP അധികാരത്തിലില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചു എന്നാണ് വിമർശനം. ബജറ്റ് അവതരണത്തിന് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേർന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, NCP അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന MP സഞ്ജയ് റാവത്ത്, DMK MP TR ബാലു തുടങ്ങിയവരും തൃണമൂൽ കോൺഗ്രസ് AAP നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നിരുന്നു. ബജറ്റ് പ്രസംഗങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കാൻ കഴിയില്ലെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആശങ്കകളെ ബജറ്റ് എങ്ങനെ അഭിസംബോധന ചെയ്തുവെന്ന് വ്യക്തമാകുമെന്നും അവർ ആവർത്തിച്ചു. വിമർശനങ്ങൾക്കിടയിലും എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങൾ ന്യായമായി പരിഹരിക്കാനാണ് കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നതെന്നും അവർ ഉറപ്പു നൽകി. ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് വിശദാംശങ്ങൾ പരിശോധിക്കാൻ അവർ വിമർശകരോട് അഭ്യർത്ഥിച്ചിരുന്നു.